നാളുകളായിട്ട് അബുദാബിയുടെ പ്രദേശത്തായിരിക്കാൻ ജോലിയുടെ ബന്ധത്തിലായിരിക്കാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ സാക്ഷ്യം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇനി അറിയാം, അന്ന് ഉണ്ടായിരുന്നൊരു പിണ്ടോ അതിന് പുതിയതായിട്ട് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനൊരു കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ വളരെ റിജിഡായിട്ടുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച് വളർന്ന് എൻ്റെ ആദ്യത്തെ അംബിഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കന്യാസ്ത്രീ ആവണം എന്നുള്ളൊരു അതേ ആഗ്രഹത്താൽ ബാല്യം മുതലേ അങ്ങനെ ഒരു ചിന്തയാലും പള്ളിയായിട്ടും പള്ളിയുടെ സംഘടനകളൊക്കെ ആയിട്ടും വളരെ അറ്റാച്ച്ഡായിട്ട് വളർന്നു വരുവാൻ അങ്ങനെ വളർന്നു വന്ന ഒരു വ്യക്തിയായിരുന്നു. 1986 ഏപ്രിൽ മാസം ഞാൻ വിവാഹത്തിന് ശേഷം അബുദാബിയുടെ പ്രദേശത്തേക്ക് കടന്നു പോകാൻ ദൈവം സഹായിച്ചു. അവിടെ ചെന്നിട്ടാണെങ്കിലും കത്തോലിക്ക സഭയുടെ അതേ ആചാരങ്ങൾക്കൊന്നും മുടക്കം വരുത്താതെ എല്ലാ ദിവസവും ഓരോ പുണ്യാളന്മാരുടെയും മാതാവിൻ്റെയും നൊവേലകളും പന്ത് നമസ്കാരം ഇതെല്ലാം റെഗുലറായിട്ട് ഒന്നിനും മുടക്കം വരാത്ത വിധത്തിനകത്ത് വളരെയധികം ദാസ്തികമായിട്ട് പാരമ്പര്യമായിട്ട് ആരാധനയ്ക്ക് ഒരു മുടക്കം വരുത്താതെ ചെയ്തു പോകുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എല്ലാവരോടും പറയും, കത്തോലിക്ക സഭയാണ് സത്യമായ സഭ. മാതാവില്ലാതെ ഒരു സഭയില്ല, അല്ലെങ്കിൽ മാതാവില്ലാതെ നമുക്ക് സ്വർഗ്ഗത്തിൽപോകാൻ പറ്റില്ല. അന്നത്തെ എൻ്റെ ഒരു അറിവ് അതായിരുന്നു. അത് വെച്ച് ഞാൻ കാണുന്ന എല്ലാവരോടും, ഞാൻ ഹിന്ദുക്കളോടാണെങ്കിലും മറ്റുള്ള ഓർത്തഡോക്സ് വിഭാഗത്തോടാണെങ്കിലും ഒക്കെ അങ്ങനെ പറയും, കത്തോലിക്ക സഭ മാത്രമാണ് സത്യമായുള്ള സഭ എന്നിങ്ങനെ പറയുമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും അതല്ലായിരുന്നത് കൊണ്ടും ദൈവം മുന്നമേ കണ്ടിരുന്നത് കൊണ്ടും പിതാവിന്റെ ആകർഷണം മൂലം 1993 മാർച്ച് മാസം 24-ാം തീയതി രാത്രി 2:45 സമയം, ഞാൻ നല്ല ഡീപ് സ്ലീപ്പാണ്, എന്നാൽ നല്ല കോൺഷ്യസ് ആണ് താനും. ആ സമയത്ത് ഞാനിങ്ങനെ വളരെ പെരുവെള്ളത്തിന്റെ ഒച്ച പോലെ എന്ന് പറഞ്ഞ പോലെ വളരെ സൗണ്ടിനകത്ത് ഞാൻ സൗണ്ട് കേൾക്കുന്നു, എൻ്റെ തിരുവചന പ്രകാരം മകൾ സ്നാനപ്പെടണം. അത് കാണുന്നത് എങ്ങനെയാന്ന് വെച്ചാണെങ്കിൽ തലയുടെ ഭാഗം ഭയങ്കര തീയും ബോഡി പാർട്ട് ഭയങ്കര വൈറ്റുമായിട്ടുള്ള അതിൽ നിന്ന് വളരെ സൗണ്ടിനകത്ത് ഇങ്ങനെ കേൾക്കുന്നു. ഞാൻ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിലായിരുന്നെങ്കിൽ എനിക്ക് വചനമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. എഴുതി വെച്ച പ്രാർത്ഥനയാണ്, പാസ്റ്റർക്ക് അറിയാം, എഴുതി വെച്ച പ്രാർത്ഥനയും പുണ്യാളന്മാരോടും മാതാവിനോടും പ്രാർത്ഥനയാണ് നമുക്ക് അതിനകത്ത് പ്രാധാന്യം. അന്ന് നമുക്ക് വചനമായിട്ട് അങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നില്ല. എന്നാൽ ഈ വിശ്വാസ സ്നാനം എന്താണെന്നോ അല്ലെങ്കിൽ അനേകരെ എന്നോട് സംസാരിച്ചത് ഇതാണ്, തീയുടെ നടുവിൽ ഞാൻ കേട്ട ശബ്ദം, അനേകരെ നേടുവാൻ ഞാൻ കണ്ടിരിക്കുന്ന മാനപാത്രം, എൻ്റെ തിരുവചന പ്രകാരം മകൾ സ്നാനപ്പെടണം എന്നുള്ളൊരു ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത്. അന്ന് എൻ്റെ രണ്ടാമത്തെ മോന് 3 മാസം പ്രായം. അപ്പൊ അന്നൊരു വ്യാഴാഴ്ച രാത്രിയായിരുന്നു. വെള്ളിയാഴ്ച വെളുപ്പിന് അവിടെ വെള്ളിയാഴ്ച അബുദാബിയിലെല്ലാം ഗൾഫ് കൺട്രീസിന് വെള്ളിയാഴ്ച അവധിയായിരുന്നു അന്നാളില്. അപ്പം ഞങ്ങൾ അവന് ആഭരണം മേടിച്ച് വെച്ചിട്ട് കത്തോലിക്ക പള്ളിയിൽ കൊണ്ടുപോയി അച്ഛനെ കൊണ്ട് വെഞ്ചരിച്ച് അവന്റെ ദേഹത്ത് ആഭരണം ഇടുവാൻ വേണ്ടിയിട്ട് തലേ ദിവസം പ്ലാൻ ചെയ്തിരുന്ന ഒരു സമയമായിരുന്നു. എന്നാൽ അന്ന് വെളുപ്പിനാണ് 2:45 സമയം ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെട്ടു. ആ കേട്ട ശബ്ദത്തിന്റെ മേല് എന്താണോ എങ്ങനെയാണോ ഇതൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കാനായിട്ട് ഇടയായി. അതിനു മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ പറയാം. 1991 ജാനുവരി മാസം ആദ്യത്തെ ഒരു വെള്ളിയാഴ്ച ഞങ്ങൾ നിർബന്ധിത്താൽ ഒരു പെന്തിക്കോസ്ത് കൂട്ടായ്മയ്ക്ക് കടന്നു പോകാൻ ഇടയായി. അവിടെ ചെന്ന് അവിടുത്തെ കയ്യടിയും ആരാധനയെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സിനകത്ത് തോന്നി, ഇവർക്ക് എല്ലാവർക്കും ഭ്രാന്താണ്, ഇവരെല്ലാവരും സെല്ലിൽ അടയ്ക്കണം. ഈ അന്യഭാഷ ഇതെന്താണെന്ന് നമുക്കറിയില്ലായിരുന്നു അന്ന്. അത് കഴിഞ്ഞ കൂട്ടായ്മ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് അവിടെ ഒരു മരം നിൽപ്പുണ്ടായിരുന്നു. ആ മരത്തിൽ നിന്നൊരു കൊമ്പ് ഒടിച്ചിട്ട് ഞാൻ പറഞ്ഞു, അവിടെ നിന്ന് കൂടി വന്ന് ആ ദൈവജനത്തിന്റെ മുന്നിനകത്തും ദേവദാസിന്റെ മുന്നിനകത്തും വെച്ചിട്ട് ഞാൻ പറയാനിടയായി, ഈ കൊമ്പ് മുറി കൂടിയാലും ഞാൻ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ കത്തോലിക്ക സഭ വിട്ട് നിങ്ങളുടെ പെന്തിക്കോസ്ത് കൂട്ടായ്മയിലേക്ക് കടന്നു വരുമെന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കുകയും വേണ്ട, അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും വേണ്ട എന്ന് വളരെ ശക്തമായിട്ട് അവരോട് പറഞ്ഞ് ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് അന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ കൂടി പറഞ്ഞു, ഇനി ഒരൊറ്റ പാസ്റ്റർമാരെ പോലും എൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരരുത് എന്ന് വളരെ ശക്തമായിട്ട് ഞാൻ അവിടെ നിന്ന് പറഞ്ഞ് വളരെ എതിർപ്പോട് കൂടിയിട്ട് വീട്ടിലേക്ക് മടങ്ങാനിടയായി. അന്ന് അതിനുശേഷം 2 വർഷത്തിന് ശേഷമാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടൽ നിമിത്തം
ദൈവഭാഗി കടന്നു വരുവാൻ. അപ്പൊ അങ്ങനെ 93 മാർച്ച് 24-ാം തീയതി ദൈവാത്മ ഇടപെട്ടു. നേരം വെളുത്ത് വെള്ളിയാഴ്ച ഞാൻ പ്രിയപ്പെട്ടവരോട് പറയാൻ റെഡിയായി. ഇനി നമുക്ക് കത്തോലിക്ക പള്ളിയിലേക്ക് പോകണ്ട, 2 വർഷം മുമ്പ് പോയ ആ കൂട്ടായ്മയിലേക്ക് കടന്നു പോകണം. ഇങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിനകത്ത് ഉണ്ടായി എന്ന് പറയാൻ റെഡിയായി. അതിനോടനുബന്ധിച്ച് ഞങ്ങൾ ആ കൂട്ടായ്മയിലേക്ക് കടന്നുപോയി. അന്ന് സാക്ഷ്യം പറയുന്ന ദിവസമായിരുന്നു. എനിക്ക് സാക്ഷ്യം എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയാൻ പാടില്ലാത്തൊരു കാലഘട്ടം. അങ്ങനെ ഞാൻ എഴുന്നേറ്റ് എല്ലാവരും സാക്ഷ്യം പറഞ്ഞു. അന്ന് എന്തോ ഒരു ശക്തി എന്നെ എഴുന്നേൽപ്പിച്ച് ഞാൻ എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ ഉണ്ടായ അനുഭവം ഷെയർ ചെയ്തു. ഞാൻ തന്നെ തീരുമാനമെടുത്തു, ഏപ്രിൽ 8-ാം തീയതി എനിക്ക് സ്നാനപ്പെടണം. കാരണം ഞാൻ ഏപ്രിൽ 8 എന്ന് പറഞ്ഞത് ഏപ്രിൽ 7-ാം തീയതി ഈ ലോകപ്രകാരം ഞാൻ ജനിച്ച ദിവസമാണ്. ഏപ്രിൽ 8-ാം തീയതി എൻ്റെ കർത്താവിന് ഞങ്ങൾ കുടുംബമായിട്ട് ജലത്തിൽ സാക്ഷീകരിക്കാനായിട്ട് ദൈവം സഹായിച്ചു. അങ്ങനെ കുടുംബമായിട്ട് വിശ്വാസ സ്നാനം സ്വീകരിച്ച് ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ രക്ഷയുടെ പെട്ടകത്തിൽ കടപ്പാൻ ദൈവം സഹായിച്ച അനുഭവമായിരുന്നു അത്. അതിനുശേഷം അഭിഷേകം പ്രാപിക്കാനും ആ വർഷം തന്നെ ഉപവാസം എടുത്ത് ദൈവകൃപാവരങ്ങളാലും നിറച്ച് അനേകരോട് ദൈവത്തിന്റെ വചനം പറയുവാനും ആലോചന അറിയിക്കാനും ഒക്കെയും ദൈവം പല രാജ്യങ്ങളിൽ നിന്ന് പലരുടെ ഫോണുകളും വാട്സപ്പ് മെസ്സേജുകൾ അങ്ങനെ ദൈവാത്മെന്ന് പറഞ്ഞ ആലോചന പ്രകാരം ഇന്ന് വരെ ദൈവം നടത്തുന്നു. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ കഴിവോ മിടുക്കോ സാമർഥ്യം ഒന്നുമല്ല. ഇതിനിടയിൽ കൂടി അനേക പ്രയാസങ്ങളിൽ കൂടിയും ഒറ്റപ്പെടലിൽ കൂടിയും ഒക്കെയും കടന്നുപോയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നാട്ടിൽ വരുമ്പോഴൊക്കെയും വളരെ വേദനാജനകമായ അവസ്ഥകളിൽ കൂടെയൊക്കെയും വിശ്വാസം വന്നതുകൊണ്ട് വളരെയധികം പ്രയാസം കൂടെയൊക്കെയും കടന്നു പോയിട്ടുണ്ട്. മാസ്റ്റർ കുറെ കാര്യങ്ങളൊക്കെ അറിയാം. അതുപോലെ അബുദാബിയുടെ പ്രദേശത്താണെങ്കിലും ഒത്തിരി നിന്ദാപരമായ ഒറ്റപ്പെടലിന്റെ അവസ്ഥകളിൽ കൂടെയൊക്കെയും കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നെങ്കിലും അതിന്റെ നടുവിലൊക്കെയും കുലുങ്ങാതെ നിൽക്കുവാൻ വിളിച്ച ദൈവം വിശ്വസ്തൻ എന്ന് ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വലിയ അനുഗ്രഹങ്ങളാലും വലിയ ആശ്വാസത്താലും വഴി നടത്തപ്പെടുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. ദൈവത്തിന് നന്ദി പറയുന്നു. ഇതിനോടകം ഞാൻ 2ാമത്തെ മോൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ഇത് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞങ്ങൾ 2022 മാർച്ച് മാസത്തിൽ ഏപ്രിൽ മാസം ഫസ്റ്റ് വീക്കിലൂടെ കടന്നു വരാൻ ദൈവം സഹായിച്ചു. അവനൊരു വിവാഹം നടത്തണമെന്ന് ദൈവത്തിന്റെ ആലോചന പ്രകാരമാണ് നമ്മൾ കടന്നു വന്നത്. നമുക്ക് ഒരു പ്രപ്പോസൽ വരികയോ അല്ലെങ്കിൽ നമുക്ക് ഈ ദേശത്ത് മീൻസ് അങ്ങനെ ദേവദാസൻ ലോകത്തുനിന്ന് പ്രിയപ്പെട്ട പോയതുകൊണ്ട് നമുക്ക് അധികം ആൾക്കാരുമായിട്ട് അങ്ങനെ ദേവദാസന്മാരുമായിട്ട് അങ്ങനെ വലിയ കോണ്ടാക്ട് ഇല്ല. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ സമയത്ത് പരിശുദ്ധാത്മാവ് എന്നോട് ഏപ്രിൽ മാസം 10-ാം തീയതി ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടു. ഏപ്രിൽ മാസം 18-ാം തീയതി ബെൻസിന്റെ വിവാഹം നടക്കുമെന്ന്. ആ സമയത്ത് നമുക്കൊരു പ്രപ്പോസൽ ഇല്ല, നമുക്ക് ആരെയും അറിയില്ല, ഒരു പെൺകുട്ടിയോ അങ്ങനെ ഒന്നും നമുക്ക് അറിയില്ല. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവമേ കറുകുറ്റിയിൽ നിന്നും ഞാൻ ചില വിഷയങ്ങളുടെ മുഖത്ത് വളരെ സ്പെസിഫിക് ആയിട്ട് പ്രാർത്ഥിക്കുന്ന, അതായത് ഡേറ്റ് ഇട്ട് അല്ലെങ്കിൽ ഇന്ന സ്ഥലം, ഇന്ന വ്യക്തി, ഇന്ന ദേശം, അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ അങ്ങനെ എൻ്റെ ജീവിതത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ദൈവക്കളുടെ ഒരു എൻകറേജ്മെന്റിന് വേണ്ടിയിട്ട്, വിശ്വാസത്തിന്റെ ഒരു എൻകറേജ്മെന്റിന് വേണ്ടിയിട്ട് ഞാൻ പറയാണ്, ചില വിഷയങ്ങൾ നമ്മൾ ഡേറ്റ് ഇട്ട് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്ര കിലോമീറ്റർ അങ്ങനെ ഓരോ സ്പെസിഫിക് നമ്മുടെ ഹൃദയത്തിനകത്ത് നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ ദൈവസന്നിധാനത്തിൽ അത്രയും വിശ്വസ്തയോടുകൂടി നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ വിശ്വസ്തനായ ദൈവം നമുക്ക് വേണ്ടി വഴികൾ തുറക്കുന്ന ദൈവമാണ്. ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. എനിക്ക് ഒത്തിരി യാത്ര ചെയ്യാൻ ഇത്തിരി നാട്ടിൽ വന്ന ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുകയുമേ 20 അല്ലെങ്കിൽ 25 മാക്സിമം 25 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നിന്നും, കറുകുറ്റിയിൽ നിന്നും 25 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ കുടുംബം മുഴുവനും വിശ്വാസമുള്ള കുടുംബത്തിൽ നിന്നും, പിന്നെ ചില സ്പെസിഫിക്കേഷൻസ് പറഞ്ഞു. അതുപോലെ തന്നെ ഈ 18-ാം തീയതി കല്യാണം നടക്കുമെന്ന് ദൈവം പറഞ്ഞതുപോലെ തന്നെ അന്ന് 10-ാം തീയതി ദൈവാത്മ വെളിപ്പെടുത്തി 1 മണിക്കൂറിനകം ഒരു പ്രപ്പോസൽ ബൈ ഫോൺ വഴി കടന്നു വന്നു. അന്നേരം അവർ പറഞ്ഞു ഞങ്ങൾക്ക് പെട്ടെന്ന് കല്യാണം നടത്താനായിട്ട് സാധിക്കില്ല. ഫോണിൽ കൂടെ ഞങ്ങൾ വ്യക്തികളെ കണ്ടിട്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ നീണ്ടു പോകാനായിട്ട് പറ്റില്ല. ദൈവം എന്നോടൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, ആ ഡേറ്റിനുള്ളിൽ കല്യാണം നടക്കുമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ദൈവം പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ അവരോട് പറയാനിടയായി. അതിനുശേഷം അവർ അരമണിക്കൂറിനുള്ളിൽ വിളിച്ച്, അപ്പൊ ഞാൻ മക്കളോട് പറഞ്ഞേക്കാൻ അവർക്ക് അത്രയും കൂടി വിശ്വാസത്തിൽ അവർ വളരാത്തത് കൊണ്ട് അവർക്ക് അത് ഏറ്റെടുക്കാനായിട്ട് അത്രയും ബുദ്ധിമുട്ടായിരുന്നു.
എന്നാൽ അരമണിക്കൂറിന് ശേഷം ആ ഭവനത്തിലുള്ളവർ വിളിച്ചു. ഞങ്ങൾ ഏപ്രിൽ, അവർക്കറിയില്ല ഏപ്രിൽ 18 നമ്മളോട് ദൈവം ഇടപെട്ടത് അവർക്കറിയില്ല. അവരെ കൊണ്ട് ദൈവം ഇങ്ങോട്ടേക്ക് പറയിപ്പിക്കാൻ ഇടയായി. ഏപ്രിൽ 18 ഞങ്ങൾ കല്യാണം നടത്താനായിട്ട് എനിക്ക് താല്പര്യമാണെന്ന്. അങ്ങനെ ദൈവം പറഞ്ഞ വാക്ക് പ്രകാരം എൻഗേജ്മെന്റും കല്യാണവും ഒരു 10 മിനിറ്റിന്റെ ഗ്യാപ്പിനകത്ത് അത് നടക്കുവാൻ ഇടയായി. അതിനുശേഷം ദൈവകൃപയാല് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടു. ആ പെൺകുട്ടിയെ കാനഡയുടെ പ്രദേശത്തേക്ക് അയക്കാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടു. അങ്ങനെ കാനഡയുടെ പ്രദേശത്തേക്ക് പോകാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. അവിടെ സ്റ്റുഡന്റ് വിസയിൽ കടന്നുപോയി. ഒരു വർഷം കഴിഞ്ഞപ്പോൾ, കഴിഞ്ഞ കൊല്ലം 2023 സെപ്റ്റംബർ മാസം, ഓഗസ്റ്റ് മാസം സെക്കൻഡ് വീക്കിനകത്ത് ഞാൻ അബുദാബിയുടെ പ്രദേശത്ത് ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ വന്നു. അബുദാബി ടൈം രാത്രി 2 മണിക്ക് ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എനിക്കൊരു ദർശനം തന്നു. ഒരു ലൈഫ് ത്രെട്ടണിങ് സ്റ്റേജിൽ കൂടെ ഇവര് കടന്നു പോകുന്നതായിട്ട് പരിശുദ്ധാത്മാവ് ആലോചന അറിയിച്ചു. ഞാൻ പ്രാർത്ഥന നിർത്തി. കാനഡയിൽ അവർക്ക് വിളിച്ചു പറഞ്ഞു. അന്ന് അവർക്ക് കാറില്ല. അപ്പൊ ഞാൻ എൻ്റെ മാനുഷികമായ രീതിയിൽ ഞാൻ ചിന്തിച്ചു, വല്ല റോഡ് ക്രോസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ആക്സിഡന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കുമെന്ന് എൻ്റെ മാനുഷികമായ രീതിയിൽ ഞാൻ ചിന്തിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, ദൈവാത്മാവിൻ്റെ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. ഒരാഴ്ചക്കുള്ളിലാണ് പെട്ടെന്ന് ഒരു ഡബിൾ വിഷൻ വന്നു. ആ മോൾക്ക് ഡബിൾ വിഷൻ വന്നു, സിവിയർ ഹെഡേക്ക് വന്നു. അങ്ങനെ കാനഡയിലെ മെഡിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ സിസ്റ്റമാണ് കാനഡയിലെ മെഡിക്കൽ സിസ്റ്റം. ഞാൻ അവിടെ പോയി കണ്ടതുകൊണ്ട് ഞാനത് പറയാണ്. ഞാൻ രാജ്യത്തെ കുറ്റപ്പെടുത്തിയോ അല്ലെങ്കിൽ വ്യക്തികളെ കുറ്റപ്പെടുത്തിയോ എല്ലാം കണ്ടതുകൊണ്ട് ഞാനത് പറയാണ്. അങ്ങനെ അവിടെ ഒരു അപ്പോയിൻമെന്റ് കിട്ടാനോ ട്രീറ്റ്മെന്റ് കിട്ടാനോ ഒക്കെ ഒത്തിരി പ്രയാസമുള്ള ഒരു സ്ഥലമാണ്. എനിവേ ദൈവകൃപയാല് അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് MRI ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടർമാര് ഡയഗ്നോസ് ചെയ്തു. ബ്രെയിൻ ട്യൂമർ എന്ന് ഡോക്ടർമാർ ഡയഗ്നോസ് ചെയ്തു. അത് ബ്രെയിൻ ട്യൂമർ എന്ന് പറഞ്ഞാൽ പോരാ, വലിയൊരു ട്യൂമറാണെന്ന് MRI സ്കാനിനകത്തും. അത് വളരെ ഡേഞ്ചറും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറി ചെയ്താൽ തന്നെ നമുക്ക് കോംപ്ലിക്കേഷൻ ഇല്ലാതെ ആളെ കിട്ടുമെന്ന് ഒരു പെർസെൻറ്റേജ് പോലും ഉറപ്പില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഞാൻ ആ റിപ്പോർട്ട് അവിടെ നിന്ന് വാങ്ങിച്ച് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിനകത്ത് ന്യൂറോ സർജൻസിനെ കാണിച്ചു. അവരും ഇത് തന്നെ പറഞ്ഞ, സിസ്റ്ററെ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറിയാണ്, നമുക്കിതിൻ്റെ ഈ വിഷയത്തിൻ്റെ മേലെ ഒന്നും പറയാനായിട്ട് സാധിക്കില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഒത്തിരി പ്രയാസത്തിലൂടെ കടന്നു പോയി എങ്കിലും 2 പ്രാവശ്യം ക്രേനിയോട്ടമി ചെയ്യാൻ ഇടയായി. ആദ്യത്തെ ക്രേനിയോട്ടമി കഴിഞ്ഞ് പിന്നത്തെ ക്രേനിയോട്ടമി ചെയ്യുമ്പോൾ തന്നെ ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു, നമുക്ക് റിസ്ക് എടുക്കാനായിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, എന്തായിരുന്നാലും ഏതെങ്കിലും ഒരു നെർവിന് പരാലിസിസ് വരും, അതുകൊണ്ട് ചിലപ്പോൾ ബെഡ് റിഡൻ ആയി പോകും, ചിലപ്പോൾ സ്പീച്ച് ഡിസേബിൾഡ് ആവും, ചിലപ്പോൾ മെമ്മറി ഡിസേബിൾഡ് ആവും. അത് കാരണം കൊണ്ട് ഇനി മുന്നോട്ടുള്ള ഒരു ലൈഫ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അങ്ങനെ ഒരു സ്റ്റേജാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സെക്കൻഡ് ക്രേനിയോട്ടമി ചെയ്യാനായിട്ട്. കാരണം ആദ്യത്തെ ക്രേനിയോട്ടമി ചെയ്ത് കഴിഞ്ഞിട്ട് ട്യൂമർ ഭയങ്കര വലിയൊരു ട്യൂമർ ആയതുകൊണ്ട് ആ സ്പേസിൻ്റെ അകത്തേക്ക് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് പെട്ടെന്ന് വന്ന് അക്യുമുലേറ്റ് ചെയ്യും. അപ്പോൾ ഈ കൊച്ചിന് പെട്ടെന്ന് ഡബിൾ വിഷനും പിന്നെ സിവിയർ ഹെഡേക്കുമായിട്ട് വളരെ ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥയിൽ കൂടെ കടന്നുപോയി. എങ്കിലും സ്വർഗസ്ഥനായ ദൈവം, വലിയ ദൈവം, വിശ്വസ്തനായ ദൈവം പ്രാർത്ഥിച്ച സമയത്ത് നമുക്കെല്ലാം നോർമലാക്കി തരും എന്നുള്ള ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ഞങ്ങൾ ഡോക്ടേഴ്സിനോട് പറഞ്ഞു, നിങ്ങൾ സർജറി ചെയ്തോ, ഞങ്ങൾ അതിൻ്റെ കോൺസിക്വൻസസ് ഞങ്ങൾ ഇത് ചെയ്തോളാം എന്ന് പറഞ്ഞ് അവർ സർജറി ചെയ്യാനിടയായി. ദൈവകൃപയാൽ ഒരു കുഴപ്പമില്ലാതെ ഒരു ബോധമില്ലാതെ ദൈവത്തോളം നടത്തി അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. ഓഗസ്റ്റിൽ കോഴ്സ് കംപ്ലീറ്റ് ആക്കി 2 വർഷത്തെ കോഴ്സിന് പോയത്. അതിന് കോൺവക്കേഷൻ നടന്നു. ഇപ്പൊ PR-ന് അപ്ലൈ ചെയ്തിരിക്കുന്നു. ദൈവകൃപയാൽ ദൈവം അവരുടെ കുടുംബമായിട്ട് ഇത്രത്തോളം അവിടെ നടത്തുന്നു. എല്ലാത്തിനും ദൈവത്തിന് മഹത്വം. നമുക്ക് പറയുവാനുള്ളത് നമ്മുടെ കർത്താവ് മാത്രമുള്ളൂ. ആ കർത്താവിന്റെ സന്നിധാനത്തിൽ നമ്മൾ പറയുന്ന ഓരോ വിഷയങ്ങളുടെ മഹത്വം ദൈവത്തിന്റെ കരത്താലുള്ള വിടുതൽ അനുഭവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കും. ഇവിടെ പലപ്പോഴും ഞാൻ പാസ്റ്റർ പലതരത്തിലുള്ള പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവിടെ വെളിപ്പെടുത്തും. അങ്ങനെ ആ വെളിപ്പെടുത്തുന്ന സമയത്ത് മാത്രം ഞാൻ പാസ്റ്ററെ വിളിച്ച് പറയും, പാസ്റ്റർ എന്നോടുള്ള വിഷയങ്ങളിൽ കൂടെ കടന്നു പോകുന്നു, ദൈവാത്മാവ് വെളിപ്പെടുത്തി പാസ്റ്റർ പറയും, സിസ്റ്ററെ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ. അത് കൂട്ടായ്മയുടെ വിഷയമാണെങ്കിലും അവരുടെ ശരീരത്തിന്റെ വിഷയം, ആരോഗ്യത്തിന്റെ വിഷയമാണെങ്കിലും ഏത് വിഷയമാണെങ്കിലും
ദൈവം വെളിപ്പെടുത്തുന്ന സമയത്ത് ഞാൻ പാസ്റ്ററെ വിളിക്കാനും അറിയിക്കാനും ഒക്കെ ദൈവത്തോടെ സഹായിച്ചു. ദൈവത്തിന് നന്ദി പറയുന്നു. ഇത് എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം അതിൻ്റെ 22, 23, 24 വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. യോസേഫ് ഫലപ്രദമായൊരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ. അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു. അവർ എയ്തു അവനോട് പൊരുതി. അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവന്റെ ഭുജം യാക്കോബിൽ വല്ലവന്റെ കയ്യാൽ ബലപ്പെട്ടു. ഇസ്രായേലിന്റെ പാറയായ ഇടയന്റെ നാമത്താൽ തന്നെ. ഇവിടെ നമ്മൾ കാണുന്നത് യോസേഫിനെ കുറിച്ച് യാക്കോബ് പറയുന്ന അവിടെ 49-ാം അധ്യായം തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് യാക്കോബ് തന്റെ പുത്രന്മാരെ വിളിച്ച് അവരുടെ ഭാവി കാര്യങ്ങളെ പ്രവചിച്ച് പറയുന്ന ഭാഗമാണ്. ആ ചാപ്റ്ററാണ് നമ്മൾ കാണുന്നത്. അപ്പൊ യോസേഫിനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞ ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. യോസേഫ് ആരാണെന്ന് നമുക്കറിയാം. യോസേഫ് യാക്കോബിന്റെ വാർദ്ധക്യത്തിൽ ജനിച്ച മകനാണ്. റാഹേലിൽ നിന്ന് ജനിച്ച ആദ്യജാതനായതുകൊണ്ടും വാർദ്ധക്യത്തിലെ മകനായതുകൊണ്ടും യോസേഫിനെ മറ്റെല്ലാ പുത്രന്മാരെക്കാളും അധികം യാക്കോബ് സ്നേഹിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് 37-ാം അധ്യായത്തിനകത്ത്. അതുകൊണ്ട് ആ അപ്പന്റെ സ്നേഹം അതൊരു അവന്റെ സഹോദരന്മാരാൽ അവൻ വെറുക്കപ്പെടാനും സഹോദരന്മാരാൽ അവൻ അസൂയാൽ അവൻ വെറുക്കപ്പെടാനായിട്ട് ആ സ്നേഹം കാരണമായി. അതുകൂടാതെ തന്നെ നമ്മൾ അതിന്റെ 5-ാമത്തെ വാക്യം 37-ാം അധ്യായത്തിന് 5-ാമത്തെ വായിക്കുമ്പോൾ കാണുന്നു, യോസേഫിന് ദൈവം ദർശനം കൊടുത്തു. ആ ദർശനം തന്നെ സഹോദരന്മാരോട് അറിയിച്ചു. അത് നിമിത്തവും അവനോടുള്ള വെറുപ്പ് അധികമായി എന്ന് നമ്മൾ കാണുന്നു. ഇതേ സെയിം അനുഭവം തന്നെ നമ്മളുടെ സ്വർഗീയ പിതാവിന്റെ സ്നേഹത്താൽ, പിതാവിന്റെ ആകർഷണത്താൽ പുത്രനായ യേശുവിന്റെ രക്ഷ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു കഴിയുമ്പോൾ പലരും നമുക്കെതിരായിട്ട് സംസാരിക്കുകയും നമ്മളെ പൊട്ടക്കിണറ്റിലിടത്തക്ക വിധത്തിനകത്തുള്ള സംസാരം, അവരുടെ ക്രിയകള്. ഞാനിവിടെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്ന സമയത്ത് ഞങ്ങള് RC ബാക്ക്ഗ്രൗണ്ട് നിൽക്കുന്ന സമയത്തായിരുന്നു വീട് പണിതത്. മാസ്റ്ററിനറിയാം. അത് കഴിഞ്ഞ് വീട് പണി പൂർത്തിയായി കഴിഞ്ഞ സമയത്തേക്ക് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു. പള്ളിയിൽ ഉടനടി വിളിച്ചു പറഞ്ഞു. പള്ളി തൊട്ടടുത്തായതുകൊണ്ട് പള്ളിയിലെ അച്ഛന്മാര് 2 കൂട്ടരും ഒപ്പം 4 കുർബാനയും കണ്ടുണ്ട്. അവിടെ 4 കുർബാനയ്ക്കും വിളിച്ചു പറയും, ആളുകളെ തെറ്റിക്കുന്ന വ്യക്തികളാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ അതുകൊണ്ട് ഒരു വ്യക്തി പോലും അവരുടെ കുടുംബത്തിൽ കാല് കുത്തരുത്, അവരായിട്ട് മിണ്ടരുത്. അങ്ങനെ എല്ലാ കുർബാനയ്ക്കും ഞങ്ങൾ അന്ന് തുടങ്ങി പോകുന്ന ദിവസം വരെ എല്ലാ കുർബാനയ്ക്കും അവർ വിളിച്ചു പറയും. ആ വിളിച്ചു പറയുന്നത് കേട്ടിട്ട് അവിടെ കുർബാനയ്ക്ക് പോകുന്ന ജനം ഞങ്ങളോട് പറഞ്ഞതാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ ഭവനം കയറി താമസിക്കാൻ വന്നപ്പോൾ ആരും ബന്ധുക്കളെയും എല്ലാവരും വിളിച്ചവരാരും അതിന് സഹകരിക്കാനായിട്ട് തയ്യാറുണ്ടായിരുന്നു. ഞങ്ങൾ അംഗന്മാരും ഷാരോൺ സഭക്കാരോട് പറഞ്ഞു. അവരെ പാസ്റ്ററും അവിടുത്തെ ദൈവമക്കളും വന്ന് ആ കർമ്മം അന്ന് പാസ്റ്ററായിട്ട് അത്ര അറിയില്ലായിരുന്നു എനിക്ക് തോന്നുന്നു. അങ്ങനെ അത് നിർവഹിക്കാൻ ഇടയായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഒരു പ്രായമായ ഒരു അച്ഛനുണ്ടായിരുന്നു. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നീ ചെന്ന് പറ, ഈ അച്ഛൻ ഈ പള്ളിയിൽ നിന്നും, അപ്പൊ കുറേ വർഷമായിട്ട് അവിടെ ഇരിക്കുന്ന അച്ഛനാണ്, ഈ പള്ളിയിൽ നിന്നും വിത്തിൻ 1 ഇയറിനകത്ത് കണ്ണുനീരോടുകൂടി ഈ പള്ളി നട ഇറങ്ങുന്നതായിട്ട് ഞാൻ നിന്നോട് അറിയിക്കുന്ന ആലോചന നീ ചെന്ന് പറയാൻ പറഞ്ഞു. ഞാൻ ചെന്ന് ആരോട് പറയും? അച്ഛനോട് എനിക്ക് ഡയറക്റ്റ് പറയാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടുത്തെ കൈക്കാരനെയും കപ്പ്യാരനെയും എനിക്ക് അറിയാവുന്നതാണ്. ഞാൻ ഇവരെ 2 പേരെയും വഴിയിൽ വെച്ച് കണ്ട സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞു. അവരൊത്തിരി ചീത്ത വർത്തമാനങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്രയും ദൈവമക്കൾക്കെതിരായിട്ട് വിളിച്ച് പറഞ്ഞ വ്യക്തികളെ, അത് ചിലപ്പോൾ അച്ഛനാവട്ടെ ആരും ആവട്ടെ, ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി ചെയ്യും. വിത്തിൻ 1 ഇയറിനകത്ത് അത്രയും വർഷം അവിടെ ഇരുന്ന അച്ഛൻ വളരെ പ്രയാസപ്പെട്ട് കണ്ണീരോട് കൂടിയിട്ട് ആ പള്ളി ഇറങ്ങാനായിട്ട് ഇടയായി എന്ന് കേൾക്കാനിടയായി. അതുപോലെ ഒത്തിരി അനുഭവങ്ങൾ, നമ്മൾ അത്രയും നിന്ദിക്കുകയും പഴിക്കുകയും എന്നെയൊക്കെ കാണുമ്പോൾ വളരെ കാർക്കിച്ച് തുപ്പുകയും, എൻ്റെ സ്വന്തം സഹോദരങ്ങൾ 2 വർഷത്തോളം ഞാൻ വിശ്വാസത്തിലായിട്ട് 2 വർഷത്തോളം മിണ്ടാതിരുന്നതും ഓരോ ആവശ്യങ്ങൾക്ക് നമ്മളോട് പറയാതിരുന്നതും, അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. എന്നാൽ ഇതിന്റെ നടുവിലൊക്കെയും
ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ചതുകൊണ്ട് ദൈവം അതിനുള്ള ആത്മാവിന്റെ ധൈര്യം തന്ന് ഇന്ന് വരെ നിലനിൽക്കാൻ ദൈവം സഹായിച്ചു. ഈ വിശ്വാസത്തിൽ വന്നതിന് ശേഷം എൻ്റെതായിട്ടുള്ള ഓരോ തീരുമാനത്തിനും ഞാൻ ഒരു മുൻഗണന കൊടുക്കാറില്ല. എൻ്റെ സ്വർഗത്തിലെ ദൈവം എന്നോട് എന്ത് പറയുന്നുവോ അത് മാത്രം. അത് ചിലപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഭാരമായിരിക്കും. ഒന്നോല അവിടെ പോകാം, ഇവിടെ പോകാം, ആ വ്യക്തിയോട് ആലോചന പറയുക, ഈ വ്യക്തിയോട് ആലോചന പറയുക. ചിലപ്പോൾ ഹൈ പൊസിഷനുള്ളവരായിരിക്കും, ചിലപ്പോൾ വേറെ വലിയ വ്യക്തികളായിരിക്കും. എന്നിരുന്നാൽ തന്നെയും ദൈവം തരുന്ന ആലോചന മറച്ചു വെക്കാതെ ഏത് അറബിയാവട്ടെ, ഏത് ഡയറക്ടർ ആവട്ടെ, ഏത് ലൈൻ മാനേജർ ആവട്ടെ, ഏത് ലോക്കൽ ഡോക്ടർ ആവട്ടെ, ആരോടാണെങ്കിലും ദൈവം തന്ന ആലോചന അതുപോലെ തന്നെ കൊടുക്കാനായിട്ട്, അറിയിക്കാനായിട്ട് ദൈവം ഇന്നുവരെ സഹായിച്ചു. എന്നെപ്പോഴും സന്തോഷിപ്പിക്കുന്ന ബലപ്പെടുത്തൊരു വചനമുണ്ട്. പൗലോസ് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ആത്മാവിന്റെ ധൈര്യത്തോടെ പട്ടണതോറും വചനം ശുശ്രൂഷ പോകുന്നത്. അപ്പൊ ദൈവം നമ്മളിൽ തന്നിരിക്കുന്ന ആത്മാവിന്റെ ധൈര്യം, അത് നമ്മൾ ദൈവനാമത്തിന് വേണ്ടി, ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്ത് ദൈവനാമത്തിന് വേണ്ടി നമ്മൾ ചെലവാക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ ദൈവം പിന്നെയും പിന്നെയും നമ്മളെ പുതിയ താലന്തുകൾ കൊണ്ട്, പുതിയ കൃപകൾ കൊണ്ട് നമ്മളെ നിറയ്ക്കും. നമ്മളിവിടെ കാണുന്ന യോസേഫിനെ സഹോദരന്മാര് പൊട്ടക്കിണറ്റിലിട്ടു, വേശ്മേലർക്ക് വിറ്റ് കളഞ്ഞു, പിന്നെ പോത്തിഫറിന് വിറ്റു. ഇതുപോലത്തെ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു പോയിട്ടുണ്ട്. നമ്മൾ കർത്താവിനെ അറിഞ്ഞതുകൊണ്ട് നമ്മളെ പലരും തള്ളിക്കളഞ്ഞു. നമ്മളെ പൊട്ടക്കിണറ്റിലിടുന്ന പോലത്തെ വാക്കുകൾ കൊണ്ട് നമ്മളെ ക്രൂശിച്ചിട്ടുണ്ട്. നമ്മളെ പല കാര്യങ്ങളിൽ നിന്ന് നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അവസാനം പോത്തിഫറിന്റെ ഭവനത്തിനകത്തും എന്റെ കാലത്ത് ദേവദാസൻ ശുശ്രൂഷ സമയത്ത് എന്നെ ടച്ച് ചെയ്തൊരു വചനമായിരുന്നു, കോംപ്രമൈസ് ആൻഡ് കോൺകർ. ദൈവനാമത്തിന് വേണ്ടി നമ്മൾ നിലനിന്നാൽ അവിടെ ഒരു കോംപ്രമൈസ്, ദൈവത്തിന്റെ പ്ലാനിലും പദ്ധതിയും വിട്ട് നമുക്കൊരു കോംപ്രമൈസ് ഇല്ല. നമ്മൾ ആ കോംപ്രമൈസിങ്ങിന് പോയാൽ നമ്മൾ താൽക്കാലമായിട്ട് ഒരു ടെമ്പററി ബെനിഫിറ്റ് നമുക്ക് കിട്ടുമായിരിക്കും. എന്നാൽ അതിനുശേഷം അത് നിത്യനാശത്തിലേക്കായിരിക്കും ആ കോംപ്രമൈസിങ്ങിന്റെ റിസൾട്ട് പോകുന്നത്. എന്നതുപോലെ തന്നെ ജോസേഫ് ഒരു കോംപ്രമൈസിങ്ങിന് തയ്യാറായില്ല. അവൻ അതുകൊണ്ട് കോൺകർ ചെയ്തു. ഫലപ്രദമായ ഒരു വൃക്ഷമെന്ന് പറയത്തക്ക വിധത്തിനകത്ത് അവൻ ആ പൊസിഷനിലേക്ക് വരുവാൻ തക്കവണ്ണം, ഒരു രാജ്യത്തിന്റെ മേലധികാരിയായി തീരുവാൻ തക്കവണ്ണം ദൈവം അവനെ എടുത്ത് ഉപയോഗിച്ചെന്ന് നമ്മൾ ഇന്നത്തേതിൽ വായിക്കുന്നു. അവിടെ നിന്നും പോത്തിഫറിന്റെ ഭവനത്തിൽ നിന്നും കാരാഗ്രഹത്തിലേക്ക് പോകാനുള്ള അവസരം ഉണ്ടായി. കോംപ്രമൈസ് ചെയ്യാതിരുന്നത് കൊണ്ട് കാരാഗ്രഹത്തിലേക്ക് കടക്കേണ്ടി വന്നു. കാരാഗ്രഹത്തിൽ വന്നപ്പോൾ ദൈവം അവന്റെ വിശ്വസ്തതയെ ഓർത്ത് കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് കൃപ തോന്നുവാൻ തക്കവണ്ണം ഇടയായി. കാരാഗ്രഹത്തിലുള്ള സകലത്തെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മളും ദൈവനാമത്തിന് വേണ്ടി ഉറപ്പോടെ നിന്നാല് ദൈവം നമ്മളെ പല കാര്യങ്ങളും, പല വ്യക്തികളുടെ ഹൃദയത്തിൽ കൃപ തോന്നിച്ച് നമ്മളെ പല കാര്യങ്ങളും ഏൽപ്പിച്ച് നമ്മൾ ചിന്തിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തം പരമായിട്ട് ജയോത്സവപരമായിട്ട് നടത്തുവാൻ കഴിവുള്ള പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ നമ്മളെ ദൈവസ്ഥാനത്ത് ആക്കും. അതിനുശേഷം നമ്മൾ കാണുന്നു ഫറവോന്റെ കൊട്ടാരത്തിലേക്കുള്ള പ്രവേശനം. ഫറവോൻ യോസേഫിനെ കുറിച്ച് പറയുന്നത് നമ്മളോട് 40-ാം അധ്യായത്തിൽ അത് വായിക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ യാക്കോബിൽ ഇത് കാണുന്നത്, ഫലപ്രദമായ ഒരു വൃക്ഷം, മതിലിന്മേൽ ചാഞ്ഞു കിടക്കുന്ന വൃക്ഷം. എന്നതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ദൈവത്തിന്റെ വൃക്ഷമായി തീർന്ന് ദൈവത്തിന്റെ ഫലം കായ്ച്ച് നമ്മുടെ ഫലം സകലരും അറിയത്തക്ക വിധത്തിൽ യോസേഫിനോട് കൂടിയിരുന്ന ദൈവത്തിന്റെ കൂടെ ഇരുന്ന ദൈവത്തിന്റെ പ്രവൃത്തി യോസേഫിൽ കൂടി വെളിപ്പെട്ടതുപോലെ തന്നെ നമ്മളും ഫലപ്രദമായി ദൈവത്തിന് വേണ്ടിയുള്ള ഫലപ്രദമായ വൃക്ഷമായി മാറി നമ്മളെ തന്നെ നമ്മൾ ശോധന ചെയ്യണം. സങ്കീർത്തനം 19:14 വായിക്കുന്നു, എന്റെ ഹൃദയത്തിലെ ധ്യാനവും എന്റെ വായിലെ വാക്കുകളും യഹോവേ നിനക്ക് പ്രസാദമുള്ളതായി തീരട്ടെ എന്ന് നമ്മൾ വായിക്കുന്ന ദാവീദിന്റെ സങ്കീർത്തനമാണ്. എന്നതുപോലെ തന്നെ ഈ നാളുകളിൽ നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്ത് നമ്മൾ ദൈവപ്രസാദമുള്ളവരാണോ, ദൈവത്തിന് വേണ്ടിയിട്ടുള്ള ഫലപ്രദമായ വൃക്ഷമായി തീരുവാൻ ദൈവത്തിന്റെ പ്രസാദകരമായ പാത്രങ്ങളാണോ നമ്മൾ എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്ത് അതിനുവേണ്ടി നമ്മളെ തന്നെ ഒരുക്കപ്പെടുവാനായിട്ടും ദൈവത്തിന് വേണ്ടി അധികം പ്രയോജനപ്പെടുവാനും ദൈവം നമ്മളെല്ലാവരും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം സമയം ഒരുക്കി തന്ന പാസ്റ്റർ സഭയ്ക്കും എൻ്റെ സ്നേഹാന്വേഷണം ദൈവനാമത്തിൽ അറിയിച്ചു.